CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാനെ കൊച്ചിയിലെത്തിച്ചു. ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചത്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഷാജഹാൻ അറസ്റ്റിലായത്. ഇന്ററോഗേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാനുള്ള അപ്പം പറയാം, പറയാനെല്ലാം ഉണ്ട്, ഒരുപാട് പറയാം. എല്ലാം തിരിച്ചു വരുമ്പോൾ പറയാം. പിണറായി വിജയനിട്ട് തിരിച്ചു വരുമ്പോൾ പറയാം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, മുമ്പ് തിരുവനന്തപുരത്തെ ഷാജഹാന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യൽ, അതിനുശേഷം മൊബൈൽ ഫോൺ പിടിച്ചെടുക്കൽ, കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യൽ, ഇപ്പോൾ അറസ്റ്റും ഉണ്ടായിരിക്കുന്നു. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്താണ്? ഷാജഹാൻ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ പറയാനുണ്ട് എന്ന്. നിലവിൽ ഷാജഹാൻ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിലാണ് സൈബർ പോലീസ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. പ്രധാനമായും KJ ഷൈൻ നൽകിയ ആദ്യ പരാതിയിൽ ഷാജഹാനെയും അതോടൊപ്പം ഗോപാലകൃഷ്ണനെയും പ്രതിയാക്കിയാണ് കേസെടുത്തത്. പിന്നാലെ ഷാജഹാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഷാജഹാന്റെ മെമ്മറി കാർഡ് അടക്കം പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പോയ ശേഷവും ഷാജഹാൻ വീണ്ടും KJ ഷൈനെതിരെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടുകൂടി KJ ഷൈൻ സൈബർ പോലീസിൽ ഷാജഹാനെതിരെ വീണ്ടും പരാതി നൽകി. ആ പരാതിയിന്മേലാണ് ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി KJ ഷൈന്റെ പരാതിയിൽ ഷാജഹാനെ തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. വിഷ്ണു, ഒരു കാര്യം ഇടപെട്ട് ചോദിക്കട്ടെ. മുമ്പ് ഈ ആദ്യഘട്ടത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് ഈ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഷെയർ ചെയ്ത ഷാജഹാന്റെ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ചിത്രീകരിച്ച ഡിവൈസ് ഇതൊക്കെ കണ്ടെടുക്കാൻ പോലീസിനായിട്ടുണ്ടോ? അത് മുമ്പ് പിടികൂടിയ ഐഫോൺ അതുപയോഗിച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പോലീസിന് ശാസ്ത്രീയമായി ഉറപ്പിക്കാനായോ? അതിന്റെ ആ കേസിലെ നടപടികളും എന്തായി എന്ന് പറയുമോ? ഗൂഗിൾ ശാസ്ത്രീയമായി ഉറപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായി അതിൽ വിശദമായ പരിശോധനകൾ വേണം. അതിന് അദ്ദേഹത്തിന്റെ ഫോണും അതോടൊപ്പം തന്നെ നേരത്തെ ഈ മെമ്മറി കാർഡ് അടക്കമുള്ള വസ്തുക്കൾ ഷാജഹാൻ തന്നെ നേരിട്ട് പോലീസിന് മുമ്പാകെ ഹാജരാക്കുകയും പോലീസ് അത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷാജഹാൻ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കാരണം ആദ്യ കേസിൽ രണ്ടാം പ്രതിയാണ് ഷൈൻ ടീച്ചർ നൽകിയ. അതിന് പിന്നാലെ ഷാജഹാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ചോദ്യം ചെയ്യൽ നേരിട്ടിരുന്നു. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. പിന്നാലെ ഷാജഹാനെ വിട്ടു. ഷാജഹാൻ വീണ്ടും തിരുവനന്തപുരത്തെത്തി മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി KJ ഷൈനെതിരെ. ആ ഘട്ടത്തിലാണ് രണ്ടാമതൊരു പരാതി ഷാജഹാനെതിരെ KJ ഷൈൻ സൈബർ പോലീസിൽ നൽകിയത്. ആ പരാതിയിന്മേൽ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അടിയന്തരമായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഷാജഹാന് ജാമ്യമടക്കം നിഷേധിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇന്നലെ ഒരു 3 മണിയോടുകൂടിയാണ് ഷാജഹാനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അന്ന് അദ്ദേഹം അപ്പോൾ ആ സമയത്ത് പ്രതികരിച്ചതാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. താൻ പുറത്തിറങ്ങി വരുമ്പോൾ, ഇൻട്രോഗേഷന് ശേഷം പുറത്തിറങ്ങി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം, പിണറായി വിജയനെതിരെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പോസ്റ്റ് ചെയ്യും എന്ന നിലപാടാണ് ഷാജഹാൻ വ്യക്തമാക്കുന്നത്. അന്വേഷണ സംഘമാകട്ടെ ഷാജഹാനെ പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ച് പ്രാഥമികമായി ഷാജഹാനെ ജാമ്യമടക്കം തടയുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കാരണം നിരന്തരമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളെ സ്വാഭാവികമായും ജാമ്യം തടയാനുള്ള സാഹചര്യം ഉണ്ട്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ ഇത്തരത്തിൽ നിരന്തരമായും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. സമാനമായ ആക്ടുകളൊക്കെ ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷാജഹാനെ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു സൈബർ പോലീസ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും KM ഷാജഹാനെ രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആദ്യ കേസ് അധിക്ഷേപം വീഡിയോ, അതിന് പിന്നാലെ വീണ്ടും ഒരു വീഡിയോ വരുന്നു. അങ്ങനെ ഹാബിച്വൽ ഒഫൻഡർ എന്ന നിലയിലേക്ക് പോലീസ് പരിഗണിച്ചുകൊണ്ട് ആ നിലയിൽ ഉള്ള കേസിലേക്ക് നടപടികളിലേക്ക് പോവുകയാണ്. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു വിവരങ്ങൾ പിന്നാലെ വരും. പ്രതികരിക്കാനുണ്ട് എന്നാണ് ഷാജഹാൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.